നമുക്കിന്ന് 4-ാം ക്ലാസ്സിലെ പുതിയ പുസ്തകം 2025 പുറത്തിറങ്ങിയ പുതിയ പുസ്തകം പരിചയപ്പെടാം. അൽ വഹദത്തുൽ ഊല, 1-ാമത്തെ യൂണിറ്റ്. ഈ പാഠപുസ്തകത്തിൽ 6 യൂണിറ്റുകളുണ്ട്. അതിലെ 1-ാമത്തെ യൂണിറ്റ് അൽ ബിഅത്തുസ് സലീമ എന്നതാണ്. എന്താണ് അൽ ബിഅത്തുസ് സലീമ? ആരോഗ്യകരമായ പരിസ്ഥിതി. അതാണ് അൽ ബിഅത്തുസ് സലീമ എന്ന് പറഞ്ഞാൽ മീനിങ്. അൽ ബിഅത്ത് മീൻസ് പരിസ്ഥിതി, അസ്സലീമ ആരോഗ്യകരമായ. നമുക്കറിയാം, നല്ല ആരോഗ്യകരമായ നല്ല വൃത്തിയുള്ള പരിസ്ഥിതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ പരിസരവും വീടും സ്കൂളും ക്ലാസ് റൂമും എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കണം. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം പോലുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യകരമായിരിക്കണം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. ഈ യൂണിറ്റിലെ 1-ാമത്തെ പാഠം ഖറിയത്തി എന്ന ഒരു ഹിക്കായത്താണ്. ഹിക്കായത്ത് മീൻസ് കഥ. ഖറിയത്തി എൻ്റെ ഗ്രാമം. 1-ാമത്തെ പാഠത്തിൻ്റെ പേര് ഖറിയത്തി എൻ്റെ ഗ്രാമം എന്നാണ്. ആ കഥ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? നല്ല തെളിഞ്ഞ വെള്ളമുള്ള മനോഹരമായ ഒരു അരുവി. അതിൽ 2 താറാവിൻ്റെ കുഞ്ഞുങ്ങൾ നീന്തി കളിക്കുന്നു. പിന്നെ അരുവിയുടെ തീരത്ത് സുന്ദരമായ മരങ്ങളും വീടുകളും പക്ഷികൾ പറന്നു പോവുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായൊരു പ്രകൃതി ഭംഗിയുടെ കാഴ്ചയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതേപോലുള്ള മനോഹരമായ ഗ്രാമത്തിൽ ജീവിക്കാനാണ് നമുക്ക് ഏവർക്കും ഇഷ്ടം. നമ്മൾ ഓരോരുത്തരുടെ നാടും ഇതേപോലെ ഭംഗിയുള്ള ഗ്രാമമായി തീരാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ഖറിയത്തി എൻ്റെ ഗ്രാമം. അതിമനോഹരമായൊരു ഗ്രാമത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാം. ഒരു പുഴയും പുഴയുടെ തീരത്തുള്ള വീടുകളും കന്നുകാലികളും തെങ്ങുകളും മരങ്ങളും ഒക്കെയായി വളരെ ഭംഗിയുള്ളൊരു ഗ്രാമം. പാഠം നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ കൂടെ വായിക്കുക. ഓരോ വാക്കിൻ്റെയും അർത്ഥം പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. അറിയാത്ത വാക്കുകളാണെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. കാനത്ത് ഖറിയത്തി ജമീലത്തൻ. എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതായിരുന്നു. കാനത്ത് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഖറിയത്തി എൻ്റെ ഗ്രാമം. ഖറിയത്ത് മീൻസ് ഗ്രാമം. ഖറിയത്തി എൻ്റെ ഗ്രാമം. ജമീലത്തൻ ഭംഗിയുള്ളത്. കാനത്ത് ഖറിയത്തി ജമീലത്തൻ എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതായിരുന്നു. ഇതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇതേപോലെ മറ്റ് സെൻറ്റൻസുകളുടെയും അർത്ഥങ്ങൾ പറയാൻ നമുക്ക് കഴിയണം. അതെങ്ങനെ പറയാമെന്ന് നോക്കാം. ഫിൽ ഖറിയത്തി ബുയൂത്തുൻ കസീറത്തുൻ വ ഹദാഇഖു വാസിഅത്തുൻ. ഗ്രാമത്തിൽ ധാരാളം വീടുകളും വിശാലമായ തോട്ടങ്ങളുമുണ്ട്. ഫിൽ ഖറിയത്തി ഗ്രാമത്തിലുണ്ട്. ഖറിയത്ത് ഗ്രാമം എന്ന് നമ്മളിവിടെ പഠിച്ചു. ഒരു വാക്ക് പഠിച്ചാൽ ആ വാക്ക് പിന്നീട് എപ്പോൾ വരുമ്പോഴും നമുക്ക് അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് ഓർമ്മയുണ്ടാവണം. ഫിൽ ഖറിയത്തി ഗ്രാമത്തിലുണ്ട്. ബുയൂത്തുൻ വീടുകൾ. കസീറത്തുൻ ധാരാളം. വഹദാഇഖു തോട്ടങ്ങളുമുണ്ട്. വാസിഅത്തുൻ വിശാലമായ വലിയ തോട്ടങ്ങളും ധാരാളം വീടുകളുമൊക്കെ എൻ്റെ ഗ്രാമത്തിലുണ്ട്. ഫീഹ ജദാവിലു നളീഫത്തുൻ വ ആബാറുൻ നഖിയ്യത്തുൻ. അവിടെ വൃത്തിയുള്ള അരുവികളും ശുദ്ധമായ കിണറുകളുമുണ്ട്. ഫീഹ അവിടെയുണ്ട്, അതായത് എൻ്റെ ഗ്രാമത്തിലുണ്ട്. ജദാവിലു അരുവികൾ, നളീഫത്തുൻ വൃത്തിയുള്ള. നളീഫത്ത് മീൻസ് വൃത്തിയുള്ള. വ ആബാറുൻ കിണറുകൾ, കിണറുകളുമുണ്ട്. നഖിയ്യത്തുൻ ശുദ്ധമായ. എൻ്റെ ഗ്രാമത്തിൽ ശുദ്ധമായ കിണറുകളും വൃത്തിയുള്ള അരുവികളുമുണ്ട്. അടുത്ത സെൻറ്റൻസ് യജിരി നെഹ്റുൻ ഫി വസത്തിൽ ഖറിയത്തി. ഗ്രാമത്തിൻ്റെ നടുവിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. യജിരി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു. നെഹ്റുൻ പുഴ, ഒരു പുഴ ഒഴുകുന്നു. ഫി വസത്തിൽ ഖറിയത്തി ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്ത് കൂടെ. വസത്ത് മീൻസ് മധ്യം, സെൻറ്റർ. വസത്തിൽ ഖറിയത്തി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ മധ്യം. അപ്പോൾ ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ കൂടി യജ്രി നെഹ്റുൻ ഒരു പുഴ ഒഴുകുന്നുണ്ട്. തഷ്റബു മിൻഹുൽ ഹയവാനത്ത് വത്തുയൂറു. പക്ഷികളും മൃഗങ്ങളുമൊക്കെ ആ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കും. തഷ്റബു കുടിക്കും. മിൻഹു അതിൽ നിന്നും, അതായത് ആ നെഹ്റിൽ നിന്നും, ആ പുഴയിൽ നിന്നും കുടിക്കും.
കുടിക്കും എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കും. ആരാണ് വെള്ളം കുടിക്കുന്നത്? അൽ ഹയവാനാത്തു, മൃഗങ്ങൾ, വത്തുയൂർ, പക്ഷികളും. അപ്പോൾ മൃഗങ്ങളും പക്ഷികളുമൊക്കെ ആ പുഴയിൽ നിന്നും വെള്ളം കുടിക്കാറുണ്ട്. ഈ പാരഗ്രാഫ് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പാരഗ്രാഫ് നോക്കാം. വകാനത്ത് ഫി ലഫത്തിൻ നഹരി അഗ്റാസുൻ കസീറത്തുൻ. പുഴയുടെ തീരത്ത് ധാരാളം ചെടികളുണ്ട്. വക്കാനത്ത്, കാനത്തിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പറഞ്ഞു, ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. വക്കാനത്ത് ഫി ലഫത്തിൻ നഹരി, പുഴയുടെ തീരത്ത് ഉണ്ടായിരുന്നു. ലഫത്ത് എന്ന് പറഞ്ഞാൽ തീരം, നെഹ്റ് പുഴ. ലഫത്തിൻ നെഹ്റ് പുഴയുടെ തീരം. ഫി ലഫത്തിൻ നെഹരി പുഴയുടെ തീരത്ത്, പുഴയുടെ തീരത്ത് ഉണ്ടായിരുന്നു. അതായത് പുഴയുടെ തീരത്ത് ഉണ്ട്. എന്തുണ്ട്? അഗ്റാസുൻ ചെടികൾ, കസീറത്തുൻ, കസീറത്ത് നേരത്തെ വന്നു, ധാരാളം. പുഴയുടെ തീരത്ത് ധാരാളം ചെടികളുണ്ട്. വ അസ്ഹാറുൻ ജമീലത്തുൻ ഭംഗിയുള്ള പൂക്കളുണ്ട്. അസ്ഹാർ മീൻസ് പൂക്കൾ, ജമീലത്തുൻ ഭംഗിയുള്ള. വ അഷ്ജാറുൻ കബീറത്തുൻ വലിയ മരങ്ങളുണ്ട്. അഷ്ജാറുൻ മരങ്ങൾ, കബീറത്തുൻ വലിയ. വ നബാത്താത്തുൻ സഗീറത്തുൻ ചെറിയ സസ്യങ്ങളുണ്ട്. പുല്ലുകളും അതേപോലുള്ള എല്ലാ സസ്യങ്ങൾക്കും നബാത്താത്ത് എന്ന് പറയും. വ നബാത്താത്തുൻ സഗീറത്തുൻ ചെറിയ സസ്യങ്ങളുണ്ട്. സഗീറത്ത് മീൻസ് ചെറിയ. യസ്തരീഹുൻ നാസു അല ലഫത്തിൻ നഹരി മസാഅൻ. വൈകുന്നേരം ജനങ്ങൾ പുഴയുടെ തീരത്ത് വിശ്രമിക്കാറുണ്ട്. വക്കാന ഹാദ മൻലറൻ ജമീലൻ. അതൊരു മനോഹരമായ കാഴ്ചയാണ്. യസ്തരീഹു എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്നു. അന്നാസു ജനങ്ങൾ. യസ്തരീഹുൻ നാസു ജനങ്ങൾ വിശ്രമിക്കാറുണ്ട്. അലാ ലഫത്തിൻ നെഹരി പുഴയുടെ തീരത്ത്. ലഫത്ത് നമ്മൾ പറഞ്ഞു തീരം. അലാ ലഫത്തിൻ നെഹരി പുഴയുടെ തീരത്ത് ജനങ്ങൾ വിശ്രമിക്കാറുണ്ട്. മസാഅൻ വൈകുന്നേരം. വക്കാന ഹാദ മൻലറൻ ജമീലൻ ഇതൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. മൻലർ മീൻസ് കാഴ്ച, വ്യൂ. ജമീൽ ഭംഗിയുള്ള. ഇതൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ജനങ്ങളൊക്കെ വൈകുന്നേരം പുഴയുടെ തീരത്ത് വിശ്രമിക്കും. ഇതാണ് നമ്മുടെ ഹിക്കായത്ത്, കഥ. ഇനി അടുത്ത പേജിൽ എന്താണുള്ളത്? നുറാജിഉൻ നസ്സ. നമുക്ക് നസ്സ് റിവൈസ് ചെയ്യാം. നസ്സ് മീൻസ് പാഠഭാഗം, നമ്മളിപ്പോൾ പഠിച്ച കഥ. ആ കഥ നമുക്ക് നുറാജിഉ റിവൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം. വനുക്കുമിലു എന്നിട്ട് പൂരിപ്പിക്കാം. ഇവിടെ ഈ കോളമാണ് പൂരിപ്പിക്കേണ്ടത്. എന്താണ് ഈ രണ്ട് കോളങ്ങളിലുമുള്ളത്? ഒന്നാമത്തെ കോളത്തിൽ അൽ മുഫ്രദ് എന്നും രണ്ടാമത്തെ കോളത്തിൽ അൽ ജംഅ എന്നും കാണുന്നുണ്ട്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, സിംഗുലർ. ജംഅ എന്നാൽ ബഹുവചനം, പ്ലൂരൽ. എന്താണ് ഏകവചനം? ഒന്ന് മാത്രമാണെങ്കിൽ ഏകവചനം എന്ന് പറയും. രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ജംഅ എന്ന് പറയും. ഇവിടെയുള്ള മുഫ്രദിൻ്റെ കോളത്തിൽ മുഫ്രദായ കുറേ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കോളത്തിൽ ജംഅ എന്ന കോളത്തിൽ ഈ മുഫ്രദായ വാക്കുകളുടെയൊക്കെ ജംഅകൾ നമ്മളിവിടെ എഴുതണം. ഒരു ഉദാഹരണമായിട്ട് ആദ്യത്തെ വാക്കിൻ്റെ ജംഅ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വാക്ക് എന്താണെന്ന് നോക്കാം. ജദ്വലുൻ എന്നതാണ് ആദ്യത്തെ വാക്ക്. ജദ്വല് നമ്മൾ നേരത്തെ പഠിച്ചു, അരുവി എന്നാണ് ജദ്വലിൻ്റെ അർത്ഥം. അപ്പോൾ ജദ്വല് എന്ന വാക്ക് മുഫ്രദാണ്. ഇനി ഈ ജദ്വലിൻ്റെ ജം എന്താണെന്ന് നോക്കാം. ജദാവിലു എന്നാണ് ജദ്വലിൻ്റെ ജം. ജദ്വല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അരുവി. എത്ര അരുവിയാണ്? ഒരു അരുവി. ജദ്വലുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അരുവി. ഇനി അതിനെങ്ങനെ ജം ആക്കാം? ജദാവിലു. ഇതാണ് ജദ്വലിൻ്റെ ജം. അപ്പോൾ അർത്ഥം എന്തായി? അരുവികൾ. ജദ്വലുൻ എന്ന മുഫ്രദിൻ്റെ അർത്ഥം അരുവി എന്നും ജദാവിലു എന്ന ജമ്മിൻ്റെ അർത്ഥം അരുവികൾ എന്നുമാണ്. ഇതേപോലെ മറ്റുള്ള വാക്കുകളുടെയും ജമ്മുകൾ നമ്മൾ കണ്ടെത്തി ഇവിടെ എഴുതണം. ഏതൊക്കെ വാക്കുകളാണ് താഴെയുള്ളത് എന്ന് നോക്കാം. ബിഇറുൻ കിണർ, അതിൻ്റെ ജമ്മ നമ്മൾ കണ്ടെത്തണം, എന്നിട്ട് ഇവിടെ എഴുതണം. ഹദീഖത്തുൻ തോട്ടം, ബൈത്തുൻ വീട്, സഹറുൻ പൂവ്, ഗർസുൻ ചെടി, ഷജറത്തുൻ മരം, ഹൈവാനുൻ മൃഗം, ത്വാഇറുൻ പക്ഷി, നബാത്തുൻ സസ്യം. ഈ വാക്കുകളുടെയൊക്കെ ജംഅകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇതിൻ്റെയൊക്കെ ജംഅ എവിടെ നോക്കിയാൽ കാണും?
അതിന് വേറെ എവിടെയും പോകണ്ട, നമ്മുടെ പാഠഭാഗത്ത് തന്നെ നോക്കിയാൽ കാണാവുന്നതാണ്. ഇവിടെ ഈ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് ആ വാക്കുകളുടെ ജംഅകൾ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബുയൂത്തുൻ എന്ന് കാണുന്നുണ്ട്. ബുയൂത്തുൻ എന്നത് ഏത് വാക്കിൻ്റെ ജംആയിരിക്കും? ഇവിടെയുള്ള ബൈത്തുൻ എന്ന വാക്കിൻ്റെ ജംആണ് ബുയൂത്ത്. ബൈത്തുൻ മീൻസ് വീട്, അപ്പോൾ ബുയൂത്ത് വീടുകൾ. അതേപോലെ ഹദായിഖ് എന്നത് ഹദീഖത്തിൻ്റെ ജംആണ്. ഹദീഖത്ത് തോട്ടം, ഹദായിഖ് തോട്ടങ്ങൾ. ജദാവിൽ നമ്മൾ അവിടെ കണ്ടു, ജദുവലിൻ്റെ ജംആണ്. അരുവി, അരുവികൾ. അടുത്തത് ആബാറുൻ എന്തിൻ്റെ ജമായിരിക്കും? ബിഇറുൻ എന്ന വാക്കിൻ്റെ ജമാണ് ആബാർ. ബിഇർ എന്ന് പറഞ്ഞാൽ കിണർ, ആബാർ കിണറുകൾ. അടുത്തത് അൽ ഹയവാനാത്തു മൃഗങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഹയവാനിൻ്റെ ജമാണ് ഹയവാനാത്ത്. വത്തുയൂറു ത്വാഇറുൻ എന്ന വാക്കിൻ്റെ ജമാണ് തുയൂർ. ത്വാഇർ പക്ഷി, തുയൂർ പക്ഷികൾ. ഇനി അഗ്റാസ്, ഗർസുൻ ജമ അഗ്റാസ് ചെടി, അഗ്റാസ് ചെടികൾ. അസ്ഹാറുൻ സഹറിൻ്റെ ജമാണ് അസ്ഹാർ. സഹറുൻ മീൻസ് പൂവ്, അസ്ഹാർ പൂക്കൾ. അഷ്ജാറോ എന്തിൻ്റെ ജമായിരിക്കും? ഷജറത്തുൻ മരം, അതിൻ്റെ ജമാണ് അഷ്ജാർ മരങ്ങൾ. നബാത്താത്ത് നബാത്തിൻ്റെ ജമാണ് നബാത്താത്ത് സസ്യം, സസ്യങ്ങൾ. ഇതേപോലെ നമ്മൾ ഏത് വാക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ ജമ്മുകൾ കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആ ജമ്മുകളൊക്കെ നിങ്ങൾ ഇവിടെ എഴുതുക. ബിഇറിൻ്റെ നേരെ ബിഇറിൻ്റെ ജമ്മ് എഴുതുക. ആബാർ. ഹദീഖത്തിൻ്റെ നേരെ ഹദായിഖ്. ബൈത്തിൻ്റെ നേരെ ബുയൂത്ത്. സഹറിൻ്റെ നേരെ അസ്ഹാർ. ഗർസിൻ്റെ നേരെ അഗ്റാസ്. ഷജറത്തുൻ അഷ്ജാർ. ഹയവാനുൻ ഹയവാനാത്ത്. ത്വാഇറുൻ തുയൂർ. നബാത്തുൻ നബാത്താത്ത്. ഇങ്ങനെ ജമ്മുകൾ ഇവിടെ എഴുതുക. ഇനി നുറാജി അന്നസ നേരത്തെ വന്നത് വീണ്ടും വന്നു. നുറാജി അന്നസ പാഠഭാഗം ഒന്നുകൂടെ വായിച്ചു നോക്കാം. വനുക്കുമിലു ഇതും നേരത്തെ വന്നു. നുക്കുമിലു മീൻസ് പൂരിപ്പിക്കാം. അൽ ജുംലത്ത എന്താണ് പൂരിപ്പിക്കേണ്ടത്? ജുംലത്ത്. ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്, വാക്യം. സെൻറ്റൻസ് പൂരിപ്പിക്കണം. ബിൽ ഫിഇലിൽ മുനാസിബി അനുയോജ്യമായ ഫിഇൽ വെച്ചുകൊണ്ട്. മുനാസിബ് എന്നാൽ അനുയോജ്യമായ, അനുയോജ്യമായ ഫിഇലാണ് വെക്കേണ്ടത്. എന്താണ് ഫിഇൽ? വാക്കുകളിൽ ഫിഇലുകളുമുണ്ട്, ഇസ്മുകളുമുണ്ട്. ഫിഇൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ഉദാഹരണത്തിന് വന്നു, പോയി, എഴുതി, എഴുതുന്നു, എഴുതും, വായിച്ചു, വായിക്കുന്നു, ഇരിക്കുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾക്കാണ് ഫിഇൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തികൾ, അതിനാണ് അറബിയിൽ ഫിഇൽ എന്ന് പറയുക. ഇനി ഇസ്മ എന്ന് പറഞ്ഞാലോ? പുഴ, വീട്, ക്ലാസ്, പുസ്തകം, പേന, കുട്ടി, ആൺകുട്ടി, പെൺകുട്ടി, മരം, ഇങ്ങനെയുള്ള എല്ലാ വാക്കുകൾക്കും ഇസ്മുകൾ എന്ന് പറയും. ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫിഇലുകൾ എന്നും പറയും. അപ്പോൾ നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടത് ഫിഇലുകളാണ്. ഏത് ഫിഇലാണ് വെക്കേണ്ടത് എന്ന് നോക്കാം. അതിനുവേണ്ടി സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗം വായിച്ചു നോക്കാം. ഡേഷ് നെഹ്റുൻ ഫി വസത്തുൽ ഖറിയത്തി. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ വാചകം, നമ്മുടെ പാഠഭാഗത്ത് വന്നതാണ്. നെഹ്റുൻ പുഴ, ഫി വസത്തിൽ ഖറിയത്തി ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ കൂടി. ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്ത് കൂടി പുഴ എന്ത് ചെയ്യുകയായിരുന്നു? ഒഴുകുകയായിരുന്നു, അല്ലേ? ഒഴുകുന്നു എന്നുള്ളതിൻ്റെ വാക്കെന്തായിരുന്നു? നമ്മൾ പാഠഭാഗത്ത് നോക്കിയാൽ കാണാം. ഇവിടെയുണ്ട് യജിരി നെഹ്റുൻ ഫി വസത്തിൽ ഖറിയത്തി. അപ്പോൾ ഒഴുകുന്നു എന്നതിൻ്റെ വാക്ക് യജിരി എന്നാണ്. യജിരി എന്ന ഫേലാണ് നമ്മളിവിടെ വെക്കേണ്ടത്. യജിരി എന്നിവിടെ എഴുതുക. യജിരി നെഹ്റുൻ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഫി വസത്തിൽ ഖറിയ ഗ്രാമത്തിൻ്റെ മധ്യത്തിൽ കൂടെ. അടുത്തത് ഡേഷ് അൽ ഹയവാനാത്തു വത്തുയൂറു മിനൻ നഹരി. പക്ഷികളും മൃഗങ്ങളും പുഴയിൽ നിന്നും ഡേഷ് പുഴയിൽ നിന്നും എന്താണ് ചെയ്യുന്നത്? അവർ കുടിക്കുന്നു. അതാണ് പാഠഭാഗത്തിൽ ഉള്ളത്. അപ്പോൾ കുടിക്കുന്നു എന്ന വാക്ക് ഇവിടെ എഴുതണം. കുടിക്കുന്നു എന്നതിന് നമ്മൾ എന്താണ് വാക്ക് പഠിച്ചത്? ഇവിടെയുണ്ട്, തശ്റബു എന്നാണ് പഠിച്ചത്. അപ്പോൾ തശ്റബു എന്ന വാക്ക് എന്ന ഫേല് അവിടെ എഴുതാം. തശ്റബുൽ ഹയവാനത്ത് വത്തുയൂറു പക്ഷികളും മൃഗങ്ങളും കുടിക്കുന്നു മിനൻ നഹരി പുഴയിൽ നിന്നും.
പുഴയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇനി ഡേഷ് അന്നാസു അലാ ലഫത്തിൻ നെഹരി, ജനങ്ങൾ പുഴയുടെ തീരത്ത് ഡേഷ് പുഴയുടെ തീരത്ത് ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിശ്രമിക്കുകയായിരുന്നു അല്ലേ. ഇപ്പോൾ വിശ്രമിക്കുന്നു എന്നതിൻ്റെ വാക്ക് എന്താണ് നമ്മൾ പഠിച്ചത്? യസ്തരീഹു എന്നാണ് പഠിച്ചത്. യസ്തരീഹു എന്ന് ഇവിടെ എഴുതുക. യസ്തരീഹുന്നാസു, ജനങ്ങൾ വിശ്രമിക്കുന്നു, അലാ ലഫത്തിൻ നെഹരി, പുഴയുടെ തീരത്ത്. ഈ 2 പേജ് നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ശേഷമുള്ള ഭാഗം പഠിക്കാം.